CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രി പദം ദൈവികമായ നിയോഗമെന്ന് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ. വ്യക്തിപരമായ നേട്ടമായിട്ടല്ല ഇതിനെ കാണുന്നത്, വളരെ വലിയ ഉത്തരവാദിത്വമാണ്. ACC പ്രഖ്യാപനത്തിനു ശേഷം നടത്തിയ ആദ്യ വാർത്താ സമ്മേളനത്തിൽ VD പറഞ്ഞു. ജനവിധി മാനിച്ചുകൊണ്ടുള്ള തീരുമാനമാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ. നല്ല ഭരണം കാഴ്ചവെക്കാൻ VD സതീശന് സാധിക്കും. അടുത്ത 5 വർഷക്കാലം ടീം UDFന്റെ ഭരണമായിരിക്കുമെന്നും സാദിഖ് അലി തങ്ങൾ അഭിപ്രായപ്പെട്ടു. VD സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതിൽ മണ്ണാർക്കാട് നഗരത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. ആശുപത്രിപ്പടി രാജീവ് ഭവനിൽ നിന്നും ആരംഭിച്ച് കോടതിപ്പടി വരെ പ്രകടനം നടത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗവും ജില്ലയിലെ മുതിർന്ന നേതാവുമായ PA തങ്ങൾ അന്തരിച്ചു. 7 പതിറ്റാണ്ടുകാലം പാലക്കാട് ജില്ലയിലെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മണ്ഡലങ്ങളിൽ സജീവമായിരുന്നു അദ്ദേഹം. കരിമ്പുഴയുടെയും ശ്രീകൃഷ്ണപുരത്തിന്റെയും രാഷ്ട്രീയ ചരിത്രത്തിൽ മായാത്ത മുദ്ര പതിപ്പിച്ചാണ് അദ്ദേഹം വിടവാങ്ങുന്നത്. മുഖ്യമന്ത്രി പദം ദൈവികമായ നിയോഗമെന്ന് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ. വ്യക്തിപരമായ നേട്ടമായിട്ടല്ല ഇതിനെ കാണുന്നത്, വളരെ വലിയ ഉത്തരവാദിത്വമാണ്. ACC പ്രഖ്യാപനത്തിനു ശേഷം നടത്തിയ ആദ്യ വാർത്താ സമ്മേളനത്തിൽ VD പറഞ്ഞു. ഇതൊരു ദൈവികമായ നിയോഗമായി ഞാൻ കാണുന്നു. വ്യക്തിപരമായി കിട്ടിയ ഒരു കാര്യമായിട്ടല്ല കാണുന്നത്. അതിനെ സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. ഈ വലിയ വിജയത്തിന് ഞങ്ങളെ സഹായിച്ചത്, ഏറ്റവും കൂടുതൽ സഹായിച്ചത് AICC ആണ്. ആ AICCയുടെ പ്രവർത്തനങ്ങളെല്ലാം കേരളത്തിൽ ഏകോപിപ്പിച്ച ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാല ഓരോ ദിവസവും ഓരോ കാര്യവും ഞങ്ങളോട് ചോദിച്ച് എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹത്തിന്റെ പിന്തുണ നൽകിയിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാനായിരുന്ന നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായിരുന്ന KPCC പ്രസിഡന്റായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തല എന്റെയും പങ്കുണ്ട്. എന്റെ നേതാവ് കൂടിയാണ് ശ്രീ രമേശ് ചെന്നിത്തല. ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിൽ വിരാമം. പ്രതിപക്ഷ നേതാവായ VD സതീശനെ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചു. ദില്ലിയിൽ AICC വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചത്. ഇത്ര വലിയ ഉത്തരവാദിത്വം തന്നെ ഏൽപ്പിച്ചതിൽ AICCയോടും കോൺഗ്രസ് അധ്യക്ഷനോടും രാഹുൽ ഗാന്ധിയോടും നന്ദിയും കടപ്പാടുമുണ്ടെന്ന് സതീശൻ പറഞ്ഞു. എന്നെ ഇതിന് പ്രാപ്തമാക്കിയത് ഈ തെരഞ്ഞെടുപ്പിൽ കഠിനാധ്വാനം ചെയ്ത ലക്ഷക്കണക്കിന് UDF പ്രവർത്തകരും ടീം UDF ആയി നിന്ന ഞങ്ങളുടെ UDF നേതാക്കന്മാരുമാണ്. തീർച്ചയായും ഞാനിവിടെ എത്തിയതിന് അവരോട് എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട്. കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളെ വലിയ ഉത്തരവാദിത്വമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. 10 വർഷം നീണ്ട ഇടതുഭരണം അവസാനിപ്പിച്ച് 102 സീറ്റോടു കൂടിയാണ് ജനങ്ങൾ UDFനെ അധികാരത്തിലേറ്റിയത്. ആ ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നൊന്നായി ചെയ്തു തീർക്കും. കഠിനാധ്വാനം ചെയ്ത് പൂർണ്ണമായ അർപ്പണബോധത്തോടെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ, കേരളത്തെ മാറ്റിയെടുക്കാൻ, ഒരു പുതിയ കേരളം സൃഷ്ടിക്കാൻ, ഒരു പുതുയുഗത്തിന് തുടക്കമിടാൻ ഞങ്ങൾ എല്ലാവരും ചേർന്ന് കഠിനാധ്വാനം ചെയ്യും, VD സതീശൻ പറഞ്ഞു. CCN ചെർപ്പുളശ്ശേരി. മുഖ്യമന്ത്രിയായി VD സതീശനെ തിരഞ്ഞെടുത്ത കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനം ജനവിധിയെ അംഗീകരിച്ചുകൊണ്ടുള്ളതാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. മുന്നണിയിലെ പ്രധാന ഘടക കക്ഷികളുമായി ഒന്നിലധികം തവണ ചർച്ചകൾ നടത്തി അഭിപ്രായങ്ങൾ തേടിയിരുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. ഞങ്ങൾ ഒരക്ഷരം കൂട്ടിച്ചേർക്കേണ്ടതില്ല. തങ്ങൾ ഇന്ന് പറയാനുള്ളത് പരിപൂർണമായി പറഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കോൺഗ്രസ് പാർലമെന്റ് പാർട്ടിയൊക്കെ യോഗം ചെയ്യുന്നുണ്ട്. ആ ഡീറ്റെയിൽസ് കിട്ടട്ടെ, അതിനുശേഷം ഞങ്ങൾ നിങ്ങളോട് പറയാം. ഇതുവരെ ഉണ്ടായ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു മൊത്തം ഒരു കാര്യം വളരെ വിശദമായി തന്നെ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് എല്ലാവരും നമ്മളെ സുഹൃത്തുക്കളല്ലേ. ഇപ്പൊ രാഷ്ട്രീയമായി പറയേണ്ടത് തങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഈ ഘട്ടത്തിൽ കൂടുതൽ അതിന് ചെയ്യാൻ ആവശ്യമില്ല. അതുകൊണ്ട്
അത് എന്നുണ്ടായിരുന്നു അത് വൈകാതെ തന്നെ ഞങ്ങൾ പ്രഖ്യാപിച്ചു. സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച ആയിരിക്കും ഉണ്ടാവുക. അതിനിപ്പോൾ മന്ത്രിമാരെല്ലാവരും കൂടി ഒന്നിച്ചുണ്ടാവുമോ ഘടകകക്ഷി നേതാക്കൾ മാത്രമാണോ എന്നറിയുകയില്ല. ഏതായാലും വൈകാതെ തന്നെ ലീഗിന്റെ മന്ത്രിമാരെ ഞങ്ങൾ പ്രഖ്യാപിക്കാൻ സാധിക്കും. സുകുമാരൻ നായരും വെള്ളപ്പള്ളി ഇന്നത്തേക്ക് ആവശ്യമുള്ള തങ്ങൾ പറഞ്ഞു തങ്ങൾ മറുപടി പറഞ്ഞല്ലോ. അതിനുള്ള മറുപടി അതാണ് പറഞ്ഞത്. ഇനിയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് തങ്ങൾ പറഞ്ഞത്. കോൺഗ്രസ് പാർട്ടി വൈകുന്നേരം യോഗം ചെയ്യുന്നുണ്ട്. അതിനുശേഷം ബാക്കി ഡേറ്റുകളൊക്കെ ഷെഡ്യൂൾ ചെയ്യും. ഷെഡ്യൂൾ ചെയ്ത് ഞങ്ങളെ അറിയിക്കുന്നതിനനുസരിച്ച് എല്ലാവരും ഒരുമിച്ച് ചെയ്യുന്ന കാര്യങ്ങളല്ലേ. ഡേറ്റ് അതിനനുസരിച്ച് ഞങ്ങളും അതിൽ ബാക്കി കാര്യങ്ങളാണ്. അതിന്റെ ഫോർമാലിറ്റി പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി അതിന്റെ തീരുമാനങ്ങൾ എടുക്കുന്ന ബാക്കി ഘടകകക്ഷികൾ അവർ ബന്ധപ്പെടും. നിയുക്ത മുഖ്യമന്ത്രി ബന്ധപ്പെടും. അപ്പോ പിന്നെ അതിന്റെ ഫോർമാലിറ്റി ഗവർണർക്ക് കൊടുക്കുന്ന കാര്യങ്ങളൊന്നും അറിയാലോ. അതൊക്കെ പ്രൊസീജിയറാണ്. അത് അതിന്റെ പുറത്ത് നടത്തും. ഇപ്പൊ ഈ ഘട്ടത്തിൽ പറയേണ്ട എല്ലാ കാര്യങ്ങളും പാർട്ടിക്ക് വേണ്ടി പറഞ്ഞു കഴിഞ്ഞു. അവിടെ ഇത് ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. ബാക്കി ഒരുപാട് അത് തന്നെ പുറപ്പെട്ട എപ്പോഴാണ് വൈകുന്നേരം അവർ വിവരം തരാം. CCN മലപ്പുറം. ജനവിധി മാനിച്ചുകൊണ്ടുള്ള തീരുമാനമാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ. നല്ല ഭരണം കാഴ്ചവെക്കാൻ VD സതീശന് സാധിക്കും. അടുത്ത 5 വർഷക്കാലം ടീം UDFന്റെ ഭരണമായിരിക്കുമെന്നും സാദിഖ് അലി തങ്ങൾ അഭിപ്രായപ്പെട്ടു. സതീശന് കേരളത്തിന് മുഖ്യമന്ത്രിയായി AICC പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വലിയ സന്തോഷമുണ്ട്. അദ്ദേഹത്തിന് എല്ലാ വിധത്തിലുള്ള അഭിനന്ദനങ്ങളും നേരുകയാണ്. ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്, കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനമാണ് പ്രധാനമായിട്ടുള്ളത്. ഹൈക്കമാൻഡ് തീരുമാനിച്ചു. ആ തീരുമാനം കേരള ജനതയ്ക്കൊപ്പം ഞങ്ങൾ അംഗീകരിക്കുകയാണ്. പരിപൂർണമായും അംഗീകരിച്ചിരിക്കുന്നു. ഒരു നല്ല ഭരണം നടത്തുവാൻ തീർച്ചയായിട്ടും സതീശന് സാധിക്കും. ടീം UDF ആണല്ലോ സതീശൻ. തെരഞ്ഞെടുപ്പിന്റെ എല്ലാ സമയങ്ങളിലും അദ്ദേഹം പറഞ്ഞ വാക്ക് അതാണ്. തീർച്ചയായിട്ടും ടീം UDFന്റെ തന്നെ ഒരു ഭരണമായിരിക്കും ഇനി അടുത്ത 5 വർഷക്കാലം ഇനി തുടർന്നും കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. എല്ലാവിധത്തിലുള്ള അഭിനന്ദനങ്ങളും ആഹ്ലാദങ്ങളും പങ്കുവെക്കുകയും സ്വാഭാവികമാണല്ലോ. AICC ആണ് ഈ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുത്തത്. കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡ് ഈ കാര്യത്തിൽ ജനാധിപത്യപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ പരിശോധിച്ചുകൊണ്ടിരുന്നു. മന്ത്രിമാരെ എല്ലാ ജനാധിപത്യ പ്രക്രിയകളും അവർ വിശദമായിട്ട് തന്നെ അവർ ചർച്ച ചെയ്തു. ഞങ്ങൾ ഘടകകക്ഷികളുടെ തീരുമാനവും ഘടകകക്ഷികളുടെ അഭിപ്രായങ്ങളും ഒന്നിലേറെ തവണ അവർ ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നും ടാർഗറ്റ് ഞങ്ങളൊക്കെ വിളിച്ചു, ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. അപ്പോൾ എല്ലാ ജനാധിപത്യ പ്രക്രിയയും പൂർത്തീകരിക്കാൻ കുറച്ച് സമയമെടുത്തു എന്ന് മാത്രം. അതല്ലാതെ മറ്റ് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. കേരള ജനത തെരഞ്ഞെടുപ്പിൽ ഒരു ജനവിധി ഉണ്ടായിട്ടില്ലല്ലോ. ആ ജനവിധിയെ മാനിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് കോൺഗ്രസ്. ജനവികാരം അംഗീകരിക്കപ്പെട്ടു എന്നാണ് ഞാൻ പറഞ്ഞു. CCN മലപ്പുറം. VD സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതിൽ മണ്ണാർക്കാട് നഗരത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. ആശുപത്രിപ്പടി രാജീവ് ഭവനിൽ നിന്നും ആരംഭിച്ച് കോടതിപ്പടി വരെ പ്രകടനം നടത്തി. മണ്ണാർക്കാടിൻ അഭിവാദ്യങ്ങൾ. കണ്ണേ കരളേ VDS.
സിന്ദാബാദ് കേരള മുഖ്യ VDS ധീരതയോടെ നയിച്ചോളൂ കേരള മക്കൾ പിന്നാലെ അഭിവാദ്യങ്ങൾ VD സതീശൻ അഭിവാദ്യങ്ങൾ കേരളക്കരയുടെ അഭിവാദ്യങ്ങൾ നട്ടെല്ലുള്ളൊരു നായകനെ നിലപാടുകളുടെ നായകനെ പടക്കം പൊട്ടിച്ചും മധുരപലഹാരം വിതരണം ചെയ്തും പ്രവർത്തകർ ആഘോഷിച്ചു. സമാപന യോഗം ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് നൌഫൽ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കെ സുധാകരേട്ടൻ ഇതാ ഈ പാർട്ടി വിടുന്നു, പുതിയ പാർട്ടി രൂപീകരിക്കുന്നു എന്നുവരെ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ഘട്ടത്തിൽ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു. എല്ലാ മാധ്യമങ്ങളും എന്ന് ഞങ്ങൾ പറയുന്നില്ല, ചില അജണ്ടകൾ വെച്ച് പ്രവർത്തിച്ചു, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായി. എന്നാൽ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായി ചിട്ടയോടുകൂടെ ഐക്യ ജനാധിപത്യ മുന്നണി നേതാക്കളും പ്രവർത്തകരും പൊതുസമൂഹവും ഒന്നായി അതിന് നേതൃത്വം നൽകുന്ന രൂപത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം മുമ്പ് ഹൈക്കമാൻഡ് തന്നെ തീരുമാനിച്ച കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായി വന്ന പ്രിയപ്പെട്ട VD സതീശൻ അവറുകൾ വളരെ കൃത്യമായ കണക്കുകൾ വെച്ചാണ് പറഞ്ഞത്. ഒരുപക്ഷെ ആ കണക്കുകൾക്ക് എത്തുമോ എന്നുള്ള ആശങ്ക അദ്ദേഹത്തിന്റെ നിഴലായി നിൽക്കുന്ന ആളുകൾക്ക് പോലും ഉണ്ടായിരുന്നു. എന്നാൽ പറഞ്ഞതെല്ലാം കൃത്യമായി വരുന്ന ഒരു ജനവിധിയാണ് കേരളത്തിലുണ്ടായത്. ഇപ്പോൾ ഇന്നലെയും ഇന്നുമൊക്കെയായി കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസ് വളരെ മോശം, കോൺഗ്രസ് തീരുമാനമെടുക്കാൻ കഴിയാത്ത ആളുകൾ കോൺഗ്രസുകാരെ കയ്യിൽ കൊടുത്താൽ തമ്മിൽ തല്ലും. ഞങ്ങൾക്ക് അത്തരം പ്രചരണം നടത്തുന്ന ആളുകളോട് ഒന്നേ പറയാനുള്ളൂ, ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയും ഈ രാജ്യത്തിന് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന കാമുകമെഴുതിയ ജവഹർലാൽ നെഹ്റുവും ഒരുമിച്ച് നിൽക്കുമ്പോൾ ഈ പാർട്ടിയിൽ വ്യത്യസ്തമായ അഭിപ്രായമുണ്ടായിട്ടുണ്ട്. ആ വ്യത്യസ്തമായ അഭിപ്രായങ്ങളെ കേൾക്കുകയും അത് കേട്ട് അതിന്റെ അങ്ങേ തലവരെ പരിശോധിച്ച്, നമുക്കറിയാം കേരളത്തിലെ പൊതുസമൂഹം ആഗ്രഹിച്ചത് കോൺഗ്രസുകാർ മാത്രമല്ല, കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്ന ഘടകകക്ഷികൾ മുസ്ലിം ലീഗ് മാത്രമല്ല, പൊതുസമൂഹം ആഗ്രഹിച്ച ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലേക്ക് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെതായ ചർച്ചകൾ നടക്കുമ്പോൾ എനിക്ക് എന്റെ അഭിപ്രായം ഉണ്ടാവും, ഗിരീഷിന്റെ അഭിപ്രായം ഉണ്ടാവും, അരുണിന്റെ അഭിപ്രായം ഉണ്ടാവും. പക്ഷെ തീരുമാനം വന്നാൽ ഞങ്ങൾ എല്ലാവരും ഏറ്റവും താഴെ തട്ടിൽ ഇതുപോലെ നിൽക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ നേതാക്കളും നേതൃത്വവും ദേശീയ തലത്തിലും അങ്ങനെ നിൽക്കുന്നു. ഏതായിരുന്നാലും കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ച ഒരു മുഖ്യമന്ത്രിയെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി കേന്ദ്ര നേതൃത്വം ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നു. ഈ ഘട്ടത്തിൽ ആ തീരുമാനം കൊണ്ടുവരാൻ വേണ്ടി ഒട്ടനവധി പ്രതിസന്ധികൾ സഹിച്ച പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ, മുന്നണിയിൽ തന്നെ പെട്ട മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ, ഞാൻ ഒരു പാർട്ടിയുടെയും പേര് പറയുന്ന നേതാക്കളുടെ ഒന്നും പേര് പറയുന്നില്ല, അതൊക്കെ മാധ്യമ പ്രവർത്തകർക്കും വളരെ വ്യക്തമായി പകല് പോലെ കേരളീയ പൊതുസമൂഹത്തിനും അറിയാം എന്തൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചത് എന്ന്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് നസീർ ബാബു അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അരുൺകുമാർ പാലക്കുറിശി, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഗിരീഷ് ഗുപ്ത, ആഷിഖ് വറോഡൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഞങ്ങള് ലേറ്റാ വന്നാലും ലേറ്റസ്റ്റായി വരുമെന്ന് പറഞ്ഞ പോലെയാണ്, ലേറ്റാ വന്നാലും ലേറ്റസ്റ്റായി വരുമെന്ന് പറഞ്ഞതുപോലെ കേരളത്തിനകത്ത് VD സതീശൻ വന്നിരിക്കുക. എല്ലാ മുള്ളുമുരുക്ക് മൂർഖം പാമ്പുകളും VD സതീശനെതിരായിട്ട് നിന്നപ്പോൾ ആ VD സതീശന് അനുകൂലമായി കേരളത്തിലെ ജനങ്ങൾ VD സതീശനോടൊപ്പം നിന്നു എന്നുള്ളത് തന്നെയാണ് VD സതീശന്റെ മഹത്വം. ഒരു രാഷ്ട്രീയമില്ലാത്ത ആളുടെ വീട്ടിൽ പോലും സ്ത്രീകളും കുട്ടികളും ഒക്കെ VD സതീശൻ വരണം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എങ്കിൽ അത് VD സതീശൻ ഇഫക്റ്റാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ നേതാക്കന്മാർ KC വേണുഗോപാൽ ഞങ്ങളുടെ നേതാവാണ്, രമേശ് ചെന്നിത്തല ഞങ്ങളുടെ നേതാവാണ്, ഷാഫി പറമ്പിൽ ഞങ്ങളുടെ നേതാവാണ്. ഹൈക്കമാൻഡ് ഒരു തീരുമാനം പറഞ്ഞു VD സതീശൻ. ആ VD സതീശനൊപ്പം നാടും നഗരവും കോൺഗ്രസ് പാർട്ടിയും എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് വരാൻ വേണ്ടി പോകുന്നത്. അന്തരിച്ച മുസ്ലിം ലീഗ് നേതാവ് PA തങ്ങൾക്ക് ആദരവും അർപ്പിച്ചു. CCN മണ്ണാർക്കാട്. നിയുക്ത മുഖ്യമന്ത്രിയായി AICC അംഗീകരിച്ച VD സതീശന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് മലപ്പുറത്ത് ആഹ്ലാദ പ്രകടനം നടന്നു.
മലപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പ്രകടനം സംഘടിപ്പിച്ചത്. DCC ഓഫീസിനു പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം മലപ്പുറം ടൗൺ ചുറ്റി KSRTC പരിസരത്ത് സമാപിച്ചു. പ്രകടനത്തിനു ശേഷം നടന്ന പൊതുയോഗം ബ്ലോക്ക് കമ്മിറ്റി അംഗം MK മുഹസിൻ ഉദ്ഘാടനം ചെയ്തു. അതുമാത്രമല്ല, 1 ഡസൻ മന്ത്രിമാർ തോൽക്കുമെന്ന് പറഞ്ഞപ്പോ അതേ അളവിലുള്ള മന്ത്രിമാരെ മൂലക്കൽ തിരുകുവാൻ കഴിഞ്ഞുവെങ്കിൽ VD സതീശൻ എന്ന ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കാഴ്ചപ്പാട്, ഈ കേരളത്തിൽ അദ്ദേഹം പഠിച്ച, ഈ കേരളത്തിൽ പഠിച്ച ആ പഠിത്തവും രാഷ്ട്രീയ വിവരവും ദീർഘകാഴ്ചപ്പാടും എത്രത്തോളം ആഴത്തിലുള്ളതാണ് എന്ന് ജനം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ശുഭപ്രതീക്ഷയുള്ള നല്ല നല്ല നാളുകളാണ് ഇനി സമ്പാദിക്കാൻ പോകുന്നത്. 10 വർഷം ഭരിച്ചു മുടിച്ച ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെ ജനം ഒന്നടങ്കം വോട്ട് ചെയ്യുകയാണ്. കേവല ഭൂരിപക്ഷം കടന്നുകൊണ്ട് 100 സീറ്റിലധികം ചരിത്രത്തിലാദ്യമായിക്കൊണ്ട് ഐക്യജനാധിപത്യ മുന്നണി ശ്രീലാളിതരായിക്കൊണ്ട് മുന്നണി ഇന്ന് അധികാരമേറ്റിരിക്കുകയാണ്. സത്യൻ പൂക്കോട്ടൂർ, വേലായുധൻകുട്ടി, പരി ഉസ്മാൻ, സത്യൻ മുണ്ടുപറമ്പ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. CCN മലപ്പുറം. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗവും ജില്ലയിലെ മുതിർന്ന നേതാവുമായ PA തങ്ങൾ അന്തരിച്ചു. 7 പതിറ്റാണ്ടുകാലം പാലക്കാട് ജില്ലയിലെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മണ്ഡലങ്ങളിൽ സജീവമായിരുന്നു അദ്ദേഹം. കരിമ്പുഴയുടെയും ശ്രീകൃഷ്ണപുരത്തിന്റെയും രാഷ്ട്രീയ ചരിത്രത്തിൽ മായാത്ത മുദ്ര പതിപ്പിച്ചാണ് അദ്ദേഹം വിടവാങ്ങുന്നത്. ബഹുമാനികളെ, നമ്മുടെ തങ്ങളിൽ കാണാനുള്ള സൗകര്യം ഒരുക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ഏവർക്കും ബഹുമാനിനും ആദരണീയനുമായിരുന്ന ബഹുമാനപ്പെട്ട തങ്ങളാപ്പ തന്റെ ആയുസ് മുഴുവനും ഈ ഗ്രാമപഞ്ചായത്തിന്റെ കരിമ്പുഴയുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ 7 പതിറ്റാണ്ടോളം നിറഞ്ഞുനിന്ന PA തങ്ങൾ തന്റെ ഇടപെടലുകളിലൂടെ പ്രദേശത്തിന്റെ വികസന രംഗത്ത് വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്. രാഷ്ട്രീയത്തിന് അതീതമായ വ്യക്തിബന്ധങ്ങൾ സൂക്ഷിച്ചിരുന്ന അദ്ദേഹത്തെ എതിർ പാർട്ടിക്കാർ പോലും വലിയ ബഹുമാനത്തോടെയാണ് കണ്ടിരുന്നത്. കരിമ്പുഴ പഞ്ചായത്ത് അംഗമായും പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ച അദ്ദേഹം കുലുക്കിലിയാട് സർവീസ് സഹകരണ ബാങ്ക് സാരഥി എന്ന നിലയിലും മികച്ച പ്രകടനം കാഴ്ചവച്ചു. മുസ്ലിം ലീഗിന്റെ ജില്ലാ ട്രഷറർ, സംസ്ഥാന കമ്മിറ്റി അംഗം എന്നീ നിലകളിലും UDFന്റെ നിയോജകമണ്ഡലം സ്ഥാനാർത്ഥിയായും അദ്ദേഹം സജീവമായിരുന്നു. ജനങ്ങൾക്കിടയിൽ തങ്ങളാപ്പ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന അദ്ദേഹം ഏതു സങ്കീർണമായ പ്രശ്നങ്ങൾക്കും സൗമ്യമായ പരിഹാരം കണ്ടെത്തിയിരുന്നു. P. ബാലൻ, U. മാധവൻ, K. ശങ്കരൻ നാരായണൻ തുടങ്ങിയ മുതിർന്ന നേതാക്കളോടൊപ്പം പ്രവർത്തിച്ച അനുഭവ സമ്പത്ത് അദ്ദേഹത്തിന്റെ നേതൃപാടവത്തിന് കരുത്തേകി. സ്നേഹത്തോടെയുള്ള പെരുമാറ്റവും വിശാലമായ കാഴ്ചപ്പാടും വഴി മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായി നിന്ന PA തങ്ങളുടെ വിയോഗം ജില്ലയിലെ രാഷ്ട്രീയ, സാമൂഹിക രംഗത്തിന് വലിയ നഷ്ടമാണ്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്ന അദ്ദേഹം വ്യാഴാഴ്ച രാവിലെയാണ് അന്തരിച്ചത്. കരിമ്പുഴയിലെ മലംചിറയിലാണ് വീട്. ഉച്ചയ്ക്ക് കരിമ്പുഴ പഞ്ചായത്ത് ഹാളിൽ പൊതുദർശനം നടന്നു. സംസ്കാരം വെള്ളിയാഴ്ച നടക്കും. എല്ലാവർക്കും കാണാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ ഒരുപാട് പൂർണ്ണ വ്യക്തിത്വങ്ങളൊക്കെ നമ്മുടെ MLA-മാരൊക്കെ ഉള്ള ആളുകൾക്ക് വന്നിട്ടുണ്ട്. ഇതൊക്കെ ജനാസ കാണുന്നതിനൊരു സൗകര്യം ഏർപ്പെടുത്തിക്കൊടുക്കും. എല്ലാവരും അവിടെ കൂടി നിൽക്കാതെ കണ്ടവരൊന്ന് മാറിക്കൊടുത്താൽ മറ്റുള്ളവർക്ക് കാണാൻ സൗകര്യമുണ്ട്. നിസ്കരിക്കാൻ ആഗ്രഹമുള്ള ആളുകൾ പൊതു എടുത്ത് സെറ്റായി നിൽക്കണം. 15 മിനിറ്റ് ഇടവേളയ്ക്ക് സംസ്കാരം ഉണ്ടാവും. CCN കടമ്പഴിപ്പുറം. PA തങ്ങളുടെ വിയോഗം നികത്താനാവാത്ത നഷ്ടമാണെന്ന് കരിമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ പാട്ടത്തൊടി. പാർട്ടിക്കും പഞ്ചായത്തിനും മാത്രമല്ല
തന്റെ രാഷ്ട്രീയ വഴികാട്ടിയെ കൂടിയാണ് നഷ്ടമായതെന്നും അവർ സങ്കടത്തോടെ പറഞ്ഞു. ബഹുമാനപ്പെട്ട ഞങ്ങളുടെ തങ്ങളാപ്പ ഞങ്ങളോട് വിട പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങളെ പാർട്ടിയിലെയും അതുപോലെ തന്നെ പഞ്ചായത്തിലെയും ഞങ്ങളെ എല്ലാമായിരുന്നു ഞങ്ങളെ തങ്ങളാപ്പ. എൻ്റെ പാർട്ടിയിലേക്ക് വഴികാട്ടിയായിരുന്നു. അതുപോലെ തന്നെ എന്നെ ഈ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നതും രാഷ്ട്രീയത്തിൽ എന്നെ ഒരു ജനപ്രതിനിധിയാക്കിയതും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റാക്കി, ബ്ലോക്ക് പ്രസിഡന്റാക്കി, ഇപ്പോൾ വീണ്ടും പഞ്ചായത്ത് പ്രസിഡന്റാക്കിയതൊക്കെ തങ്ങളാപ്പാടെ നേതൃത്വത്തിലുള്ള ഞങ്ങളുടെ ഒരു പാർട്ടിയാണ്. ഞങ്ങൾക്ക് നികത്താൻ പറ്റാത്ത ഒരു വിടവാണ് ഞങ്ങൾക്ക് വന്നിരിക്കുന്നത്. എങ്ങനെ ഞാൻ പറയാന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല. അത്രക്ക് ഞങ്ങൾക്ക് ഇപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച പോലും ഞങ്ങളുടെ പഞ്ചായത്തിൽ രാവിലെ വന്ന് ഇവിടെ ആളുകളായിട്ട് സംസാരിച്ചിരിക്കുന്നത് എന്നും തങ്ങൾക്കാക്ക് ഒരു എന്താ പറയാന്ന് എനിക്ക് തന്നെ അറിയുന്നില്ല. അത്രക്കാണ് ജനങ്ങളായിട്ട് എന്നും ഇടപഴകിക്കൊണ്ട് ജനങ്ങളില്ലെങ്കിൽ തങ്ങളാപ്പല്ല എന്നുള്ള ആ ഒരു ഇതാണ് തങ്ങളാപ്പാക്ക് രാവിലെ തുടങ്ങിയപ്പോൾ ഒരു 5-6 ദിവസമായിട്ടുള്ളൂ ഇപ്പോൾ തങ്ങളാപ്പ ഇങ്ങോട്ട് വരാതിരുന്നിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു ഭരണത്തിന് എന്നും തങ്ങളാപ്പ തന്നെയാണ് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. അത് ഇങ്ങനെ പറയാന്ന് എനിക്കറിയില്ല. അത്രക്ക് വിഷമത്തിലാണ് ഞങ്ങളെല്ലാവരും. പഞ്ചായത്തിനും പാർട്ടിക്കും ഞങ്ങൾക്ക് നടത്താൻ പറ്റാത്തൊരു വിടവ് തന്നിട്ടാണ് ഇപ്പൊ തങ്ങളാപ്പ പോണത്. ഞങ്ങൾക്ക് ഇങ്ങനെ പറയുന്നു എനിക്കറിയില്ല. അത്രക്ക്. CCN കടമ്പഴിപ്പുറം. MDMAയുമായി സഹോദരങ്ങളായ 2 പേർ അറസ്റ്റിൽ. ആദവനാട് കരിപ്പോൾ പട്ടർക്കല്ല് പറമ്പൻ ഹൌസിൽ റഷീദ്, മുഹമ്മദ് ഷെരീഫ് എന്നിവരെയാണ് വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം ആദവനാട് കുറുമ്പത്തൂർ AKK നഗർ പരിസരത്തു നിന്നാണ് ഇവർ പിടിയിലായത്. സംശയാസ്പദമായ സാഹചര്യത്തിൽ കാറിൽ ഇരിക്കുകയായിരുന്ന ഇരുവരെയും പരിശോധിക്കുന്നതിനിടെ കൈവശമുണ്ടായിരുന്ന 4 ഗ്രാം MDMA കണ്ടെത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചാണ് ഇവർ ലഹരി വിൽപ്പന നടത്തിയിരുന്നതെന്നും പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ ഇരുവരെയും റിമാൻഡ് ചെയ്തു. ആദവനാട് മേഖലയിൽ ലഹരി വിൽപ്പന നടത്തുന്ന ശൃംഖലയിലെ കണ്ണികളെക്കുറിച്ച് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. CCN മലപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുഖ്യമന്ത്രി പദം ദൈവികമായ നിയോഗമെന്ന് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ. വ്യക്തിപരമായ നേട്ടമായിട്ടല്ല ഇതിനെ കാണുന്നത്, വളരെ വലിയ ഉത്തരവാദിത്വമാണ്. ACC പ്രഖ്യാപനത്തിനു ശേഷം നടത്തിയ ആദ്യ വാർത്താ സമ്മേളനത്തിൽ VD പറഞ്ഞു. ജനവിധി മാനിച്ചുകൊണ്ടുള്ള തീരുമാനമാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ. നല്ല ഭരണം കാഴ്ചവെക്കാൻ VD സതീശന് സാധിക്കും. അടുത്ത 5 വർഷക്കാലം ടീം UDFന്റെ ഭരണമായിരിക്കുമെന്നും സാദിഖ് അലി തങ്ങൾ അഭിപ്രായപ്പെട്ടു. VD സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതിൽ മണ്ണാർക്കാട് നഗരത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. ആശുപത്രിപ്പടി രാജീവ് ഭവനിൽ നിന്നും ആരംഭിച്ച് കോടതിപ്പടി വരെ പ്രകടനം നടത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗവും ജില്ലയിലെ മുതിർന്ന നേതാവുമായ PA തങ്ങൾ അന്തരിച്ചു. 7 പതിറ്റാണ്ടുകാലം പാലക്കാട് ജില്ലയിലെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മണ്ഡലങ്ങളിൽ സജീവമായിരുന്നു അദ്ദേഹം. കരിമ്പുഴയുടെയും ശ്രീകൃഷ്ണപുരത്തിന്റെയും രാഷ്ട്രീയ ചരിത്രത്തിൽ മായാത്ത മുദ്ര പതിപ്പിച്ചാണ് അദ്ദേഹം വിടവാങ്ങുന്നത്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.